എൻ്റെ നിസ്കാരം എനിക്ക് ഭക്തിപൂർണ്ണമാക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യാൻ? ഞാൻ നിങ്ങൾ ഓതി വെച്ച സൂറത്തുൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു വിശ്വാസിക്ക് ആവശ്യം, എന്താണോ ഒരു മനുഷ്യന് ആവശ്യം, അത് മുഴുവൻ കിട്ടാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അതിൽ ഒന്നാമത്തെ പറഞ്ഞ എന്താ അറിയോ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നിസ്കാരത്തിൽ ഭക്തി കാണിക്കുന്ന, നിസ്കാരത്തിൽ ഭക്തി കാണിക്കും. നിസ്കരിക്കുന്നല്ലോ പറഞ്ഞ്, നിസ്കാരത്തിൽ എന്ത് ചെയ്യും? ഭക്തി കാണിക്കും. നിസ്കാരത്തിൽ എങ്ങനെ ഭക്തി കാണിക്കുക? ഹുവ ഹുളൂറുൽ ഖൽബ് ബൈന യദയില്ലാഹി തആല. നമ്മുടെ ഹൃദയത്തെ അള്ളാന്റെ മുമ്പിൽ നിർത്തുക. നമ്മുടെ ഹൃദയത്തെ, നിസ്കരിക്കണമെന്ന് ശരീരത്തെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ആ മനസ്സ് പതറാതെ, മനസ്സ് തെറ്റിപ്പോകാതെ നിലനിർത്താൻ കഴിയുന്നതിനെയാണ് ഖുശൂ എന്ന് പറയുന്നത്. നമ്മളെ നിസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ ചിന്തയും നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ വെറുതെ നമ്മളിരിക്കുമ്പോൾ എന്തെങ്കിലും ആലോചിക്കും? ഒന്നും ആലോചിക്കണം. പക്ഷെ നിസ്കാരത്തിൽ കിടന്ന് നിന്നാൽ ഒരു നിലക്കും ആലോചിക്കേണ്ടതില്ലാത്ത തികച്ചും അപ്രസക്തങ്ങളായ ഉദ്കുർ കഥ അതാലോചിച്ചോ ഇതാലോചിച്ചോ എന്ന് പറഞ്ഞ് പിശാച് നമ്മൾക്ക് വന്നാൽ നിസ്കാരം കഴിയുന്നത് വരെ ചിന്തിക്കാനുള്ള വിഷയങ്ങൾ നമുക്ക് പറഞ്ഞ് നമ്മൾ വസ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ചിന്തകളെ ഇല്ലാതാക്കുക. മറ്റൊന്ന് മുസ്തഹ്ദിറൻ ജമീഅ മാ യഖൂലുഹു വയഫ്അലുഹു ഫി സ്വലാത്തി. നിസ്കാരത്തിൽ ചെയ്യുന്ന വാക്ക് പ്രവൃത്തി എല്ലാം മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കുക. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിസ്കാരത്തിൽ ചെയ്യുന്ന അർത്ഥം പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് പോയി അത് പഠിക്കണം. നിസ്കാരത്തിൽ ചെയ്യുന്ന പ്രാർത്ഥന അർത്ഥം അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കണം. കാരണം അത് നമ്മൾ ആലോചിച്ച് നിൽക്കുമ്പോഴല്ലേ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാതെ എങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ആ വാക്കുകളിൽ കേന്ദ്രീകരിക്കും. ഇപ്പൊ ഭക്തി കിട്ടണം എന്നുണ്ടെങ്കിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കൂടെ നിൽക്കണം. നിങ്ങൾ അയച്ചു, നിങ്ങൾ 4 റക്അത്തുണ്ടെങ്കിൽ 4 റക്അത്തിൽ നമ്മൾ ഫാത്തിഹ ആവർത്തിച്ച് ഓതൂലേ? ഈ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് നമുക്ക് മറുപടി പറയുന്നതാണ്. ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു. ഓരോന്ന് പറയുമ്പോൾ അർ-റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹ് അതിനോട് പ്രതികരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധയോടെ സൂക്ഷ്മതയിൽ ഫാത്തിഹ 4 എണ്ണത്തിലുണ്ട്. നിസ്കാരത്തിന്റെ പ്രധാനം ഫാത്തിഹ. അപ്പൊ ഫാത്തിഹന്റെ അർത്ഥം നമുക്ക് അറിയാമെങ്കിലോ, ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം നമുക്ക് അറിയുമെങ്കിൽ, ആ 7 വചനത്തിന്റെ അർത്ഥവും ആശയവും നമുക്ക് അറിയുമെങ്കിൽ അതല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. അത് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് വേറെ പോകുന്നത്? തീർച്ചയായും വിശുദ്ധ ഖുർആന്റെ മുഴുവൻ സംക്ഷിപ്തം ഫാത്തിഹയിലുണ്ട്. ഖുർആന്റെ മൊത്തം ചുരുക്കം അടങ്ങുന്ന ഫാത്തിഹ, അതിന്റെ അർത്ഥം നമുക്ക് അറിയെങ്കിൽ അതന്നെയല്ലേ സുഹൃത്തുക്കളെ ആ സമയത്ത് ആലോചിക്കാൻ മാത്രം. അതുകൊണ്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കണം. കാരണം ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അള്ളാഹിന്റെ മുമ്പിൽ വന്നു നിന്നാൽ ഭയങ്കര കുറ്റബോധമായിരിക്കും. അതുകൊണ്ട് പ്രത്യക്ഷമായി നമുക്ക് ബോധ്യമുള്ള നിഷിദ്ധങ്ങളിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? തിരിച്ചുവിടണം. പിന്നെന്താ വെച്ചാൽ, എന്തെങ്കിലും ആവശ്യം മനസ്സിൽ വെച്ച് വന്ന് നിസ്കരിക്കരുത്. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ, എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി. ഭക്ഷണം കഴിക്കാൻ പോകണമല്ലോ എന്നുള്ള ധൃതിയാവുമ്പോൾ കാര്യങ്ങൾ ആ സമയം നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ലാ സ്വലാത്ത ബി ഹദ്റത്തി തുആം വലാ വഹുവ യുദാഫിഉഹു അൽ അഖ്ബസാൻ. മൂത്രയിക്കാനും ബാത്റൂം പോകാനൊക്കെ തോന്നുന്ന ഒരു സന്ദർഭം നിലനിൽക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. 1 റക്അത്തോ 2 റക്അത്തോ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ബാക്കി നിസ്കരിച്ചാൽ മതി. നമ്മുടെ ദിനം ഇതൊക്കെ ഇത് ഇന്ത്യയിലെ ആവശ്യം. അത് മാത്രമല്ല കേട്ടോ, എന്തെങ്കിലും ഒരു ആവശ്യം നിർവഹിക്കണം എന്ന് വിചാരിച്ച് ധൃതി പിടിച്ചു വരുമ്പോൾ നമ്മൾ ആ ആവശ്യത്തിലായിരിക്കും മനസ്സുണ്ടായിരിക്കുക. ഒരിക്കലും നിസ്കാരത്തിലേക്ക് ആ മനസ്സ് കൊടുക്കാൻ നമുക്ക് കഴിയാതെ വരും. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവോട് അത്തരമൊരു ഭക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എത്ര സമ്പൂർണ്ണമാണത്! അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹു നിന്നെ സ്മരിക്കുക, അള്ളാഹുവിന്റെ സ്മരണകൾ നിലനിർത്താൻ എന്നെ നീ സഹായിക്കണം. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ, നീ എന്തൊക്കെ അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് അതിനൊക്കെ നന്ദിയുള്ളവനാകാൻ നീ എന്നെ അനുഗ്രഹിക്കണം. വഹുസ്നി ഇബാദതിക, നിനക്കുള്ള ആരാധനകൾ നന്നാക്കാൻ, നിനക്ക് ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ നന്നാക്കാൻ എന്നെ നീ സഹായിക്കണമെന്ന് അള്ളാഹുവോട് പ്രത്യേകമായി എല്ലാ നിസ്കാര ശേഷവും നമ്മൾ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ സലാം വീട്ടിന് മുമ്പ് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? പറയാം.